കുഴൽമന്നം പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീമതി മിനി നാരായണൻ. പൈതൃക ജില്ല പാലക്കാട് ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള സ്വാമിജി, വേദിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ തുടങ്ങി ജനപ്രതിനിധികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ഉദ്യമം നമ്മളുടെ 7 ദിവസത്തെ പരിപാടിയായി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പേരിൽ നമ്മളുടെ മാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ 5 മൂർത്തികൾ ഒരുമിച്ചിരിക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് പല പേരിലും പ്രശസ്തി നേടിയ ജില്ലയും കൂടിയാണ്. കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ കൃഷ്ണൻ കുഴലൂതിയ മന്നം ആണ് കുഴൽമന്നം എന്നും, ഗാന്ധിജി വെള്ളം കുടിക്കാനിരുന്ന ഒരു കിണറുണ്ട്, അതിന്നും നിലനിർത്തി നല്ല രീതിയിൽ നല്ല മനോഹരമായി നിർമ്മിച്ചു വരുന്ന ഒരു ഗ്രാമപഞ്ചായത്തും കൂടിയാണ് കുഴൽമന്നം. അതേപോലെ ഓരോ ഗ്രാമപഞ്ചായത്തിനും അവരുടേതായ പല പ്രത്യേകതകളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാമിജി പറഞ്ഞ പോലെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും നല്ലൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന കാലം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നു. അതിൽ നിന്ന് മുക്തരാക്കി കൊണ്ടുവരാനായിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക ജില്ല പാലക്കാട്, കാർഷിക മേഖലയിൽ കുഞ്ഞുങ്ങളെ മുതൽ പച്ചക്കറി കൃഷിയാണെങ്കിലും മറ്റ് കൃഷി രീതികളാണെങ്കിലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് വിഷമയമായ പച്ചക്കറികൾ ഭക്ഷിക്കുന്നതിന് പകരം നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കളെ കൂടി അതിൽ ഭാഗവാക്കാക്കുക. അതേപോലെ തന്നെ മറ്റ് കൃഷി രീതി എന്ന് പറയുന്നത് ഇന്നിപ്പം നെൽ കർഷകർ മുതിർന്ന തലമുറ മാത്രമാണ് അത് ചെയ്യുന്നത്. വളരെ വിരലിൽ എണ്ണാവുന്ന യുവ കർഷകരെ അതിലുള്ളൂ. അപ്പോൾ യുവ കർഷകരെ കൂടെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ നാട് ഒന്നിച്ച് നിൽക്കണം. അതുപോലെ തന്നെയാണ് മാലിന്യമുക്തം നമ്മുടെ ആരോഗ്യ പ്രശ്നം നേരിടുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മാലിന്യം നീക്കം ചെയ്യുക എന്ന് പറയുന്നത്. ഹരിതകർമ്മസേനയാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും മാലിന്യം നീക്കം ചെയ്ത് വരുമ്പോൾ അതിനെ മലിനപ്പെടുത്താനായി കുറച്ച് മനുഷ്യർ ശ്രമിക്കുന്നു. അതാണ് നമ്മളുടെ തെരുവോരങ്ങളിൽ കണ്ടുവരുന്നത്. കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈവേയുമായി പങ്കിടുന്ന ഭാഗമാണ് കൂടുതലായി വരുന്നത്. നിരന്തരം ക്ലീൻ ചെയ്തു പോവുകയും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്യുന്നു. കർശന ശിക്ഷയുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരുമെന്ന് പറഞ്ഞതുപോലെ മാലിന്യം വലിച്ചെറിയുന്നവരാണെങ്കിലും മലിനജലം ഒഴുക്കി വിടുന്നവർക്കാണെങ്കിലും 5000 മുതൽ 10000 രൂപ വരെ ഫൈൻ കൊടുത്തുകൊണ്ട് കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പല പ്രതിസന്ധികളും ജനപ്രതിനിധി എന്ന നിലയിലും ഇവിടെ അധികാരി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പ്രഥമ അധ്യക്ഷ എന്ന നിലയിൽ ജനങ്ങളുടെ പരാതികളും പഴികളും കേൾക്കുകയാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിനെ നല്ല രീതിയിൽ നയിക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്തുകൊണ്ട് ഭരണസമിതി ഒന്നാകെ നിൽക്കുന്നുണ്ട് എന്നുകൂടെ ഇവിടെ കൂടിയ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ നമ്മുടെ ഐക്യം ഉണ്ടായെങ്കിലും ഈ പറഞ്ഞതുപോലെ 5 വിരലുകൾ വേറിട്ട് നിൽക്കുന്നതിന് ഒത്തൊരുമയോടുകൂടി മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒന്നാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമ്മൾക്ക് നേരിടാൻ കഴിയും എന്നും കൂടെ അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ ഞങ്ങളെ എല്ലാവരെയും ആദരിച്ച സാന്ദീപനി ആശ്രമത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സർവേശ്വരൻ നല്ല ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.